9ാം ക്ലാസ്സിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും സോഷ്യൽ സയൻസിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിലെ പാലിയോലിത്തിക് ഏജ് എന്ന ഭാഗത്തിലേക്ക് സ്വാഗതം. 3ാമത്തെ ഭാഗമാണ്. 2 ഭാഗങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്റ്റോൺ ഏജ് എന്താണെന്ന് പറഞ്ഞു. സ്റ്റോൺ ഏജിൻ്റെ മോസ്റ്റ് സ്പെഷ്യൽ ഫീച്ചർ എന്ന് പറയുന്നത് ദേ യൂസ്ഡ് സ്റ്റോൺസ് ടു മേക്ക് ടൂൾസ് ആൻഡ് വെപ്പൺസ് അല്ലേ. ഇൻ ദ ഫസ്റ്റ് സ്റ്റേജ് or in the stone age, human used stones to make the tools and weapons. Here we classified the stone age into 3: Paleolithic age, Mesolithic age and Neolithic age. Here we have to discuss what is Paleolithic age. The main feature of Paleolithic age is the use of rough stones or unpolished stone tools. പാലിയോലിത്തിക് ഏജിൻ്റെ സ്പെഷ്യൽ ഫീച്ചർ എന്ന് ദേ യൂസ്ഡ് റഫ് സ്റ്റോൺ ടൂൾസ്, അതായത് ഭയങ്കര പരിക്കൻ ടൂൾസാണ് അവർ യൂസ് ചെയ്യുന്നത്. ഈ പാലിയോലിത്തിക് എന്ന വാക്ക് ഒരു സ്പെഷ്യൽ വേർഡാണല്ലോ, പാലിയോലിത്തിക്സ്. ഇത് എവിടെ നിന്ന് ഉത്ഭവിച്ചു? പാലിയോലിത്തിക് ഈസ് ഡിറൈവ്ഡ് ഫ്രം 2 Greek words, paleos and lithos. The word or the term Paleolithic is derived from 2 Greek words, paleos and lithos. Here paleos means old, lithos means stone. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായി എന്താണ് പാലിയോലിത്തിക്, പഴയ കല്ല്. ഓക്കെ, മീൻസ് ഓൾഡ്, ലിത്തോസ് മീൻസ് സ്റ്റോൺസ്. പാലിയോലിത്തിക് പുരാതന കല്ല്. Here archaeologists point out that there were 3 main stages in the use of tools. They used stones for the means of subsistence of primitive humans. ടൂൾസ് അവരുപയോഗിക്കുന്നത് അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ടൂൾസിൻ്റെ ഉപയോഗത്തെ 3 സ്റ്റേജസ് ആക്കിയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഒന്ന്, ഫസ്റ്റ് വൺ യൂട്ടിലൈസേഷൻ, സെക്കൻഡ് വൺ ഫാഷനിങ്, തേർഡ് വൺ സ്റ്റാൻഡർഡൈസേഷൻ. അതായത് അവർ കല്ല് സ്റ്റോൺസ് ടൂളായിട്ട് എങ്ങനെയൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് 3 സ്റ്റേജസ് ആയിട്ട് 3 മെയിൻ സ്റ്റേജസ് ആയിട്ട് മെത്തേഡ് ഓഫ് യൂസിങ് അവൈലബിൾ സ്റ്റോൺസ് വിത്തൗട്ട് ചേഞ്ചിങ് ദെയർ ഷേപ്പ്. കിട്ടിയ പോലെ കല്ല് ഉപയോഗിക്കുന്നതിനാണ് നമ്മൾ യൂട്ടിലൈസേഷൻ. എന്താണോ കിട്ടിയത് അതങ്ങോട്ട് ഉപയോഗിക്കുക. അതാണ് മെത്തേഡ് ഓഫ് യൂസിങ് അവൈലബിൾ സ്റ്റോൺസ് വിത്തൗട്ട് ചേഞ്ചിങ് ദെയർ ഷേപ്പ്. ഷേപ്പിലോ ഒന്നിലും ഒരു മാറ്റവും വരുത്താതെ കിട്ടിയതുപോലെ ഉപയോഗിക്കുന്നതിനെയാണ് ആ ഒരു ഘട്ടത്തെയാണ് എന്ത് പറയുന്നത്, യൂട്ടിലൈസേഷൻ. സെക്കൻഡ് സ്റ്റേജ് ഫാഷനിങ്. ദ മെത്തേഡ് ഓഫ് യൂസിങ് അവൈലബിൾ സ്റ്റോൺസ് ബൈ ചേഞ്ചിങ് ദ ഷേപ്പ് അക്കോർഡിംഗ് ടു ദ നീഡ്. അവർക്ക് എന്താണോ ആവശ്യം അതിനനുസരിച്ച് കല്ലിൻ്റെ രൂപത്തിൽ മാറ്റം വരുത്തുന്നതിനെയാണ് നമ്മളെന്ത് ഫാഷനിങ് എന്ന് പറയുന്നത്. ദെൻ സ്റ്റാൻഡർഡൈസേഷൻ. മെത്തേഡ് ഓഫ് മേക്കിംഗ് സ്പെസിഫിക് ടൂൾസ് ഫോർ ഈച്ച് പർപ്പസ്. ഓരോ ആവശ്യത്തിനും വേണ്ടിയിട്ട് ഓരോ ടൂൾസ് ഉണ്ടാക്കുന്നതിന് സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറയും. ഇപ്പോൾ ഇതിൽ നമുക്ക് ആ പേര് യൂട്ടിലൈസേഷൻ, ജസ്റ്റ് യൂസിങ്, ഫാഷനിങ്. യൂട്ടിലൈസേഷൻ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയാണോ കല്ല് കിട്ടുന്നത് അതുപോലെ തന്നെ യൂസ് ചെയ്യുന്നതിന്. ഫാഷനിങ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി മോഡിഫൈ ചെയ്തിട്ട് നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് സ്റ്റോണിനെ മോഡിഫൈ ചെയ്യുന്നതിന് ഫാഷൻ. സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ സ്റ്റാൻഡേർഡൈസ്, അതായത് നമുക്ക് കിട്ടിയ സ്റ്റോൺ എന്താണോ നമ്മുടെ ആവശ്യം അതനുസരിച്ച് അതിൻ്റെ ഷേപ്പിലും ഘടനയിലും ഒക്കെ മാറ്റം വരുത്തി ടൂൾസ് ഉണ്ടാക്കുന്ന രീതിയാണ് സ്റ്റാൻഡർഡൈസേഷൻ. അപ്പോൾ 3 stages the human used the stones are utilization, fashioning and standardization. Here are some pictures in the textbook. Pebble tools, surface core tools, flake tools, ഇങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെ പിക്ചറിൽ നോക്കിയിട്ട്